ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ടോപ്പേഴ്സ് വേൾഡ്. 4ാം ക്ലാസ്സിലെ കൂട്ടുകാരുടെ മലയാളമാണ് നമ്മുടെ ഇന്നത്തെ ക്ലാസ്. മലയാളത്തിലെ നമ്മുടെ ഫസ്റ്റ് യൂണിറ്റിൽ 2 ചാപ്റ്റേഴ്സ് ആണുള്ളത്, മണ്ണാങ്കട്ടിയും കരിയിലയും അരികെ അകലെ. മണ്ണാങ്കട്ടിയും കരിയിലയും എന്നുള്ള നമ്മുടെ ചാപ്റ്ററിന്റെ ക്ലാസ്സുകൾ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കാണാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ തീർച്ചയായും കാണുക. അതേപോലെ തന്നെ നമ്മുടെ സെക്കൻഡ് ചാപ്റ്റർ ആണ് അരികെ അകലെ. അരികെ അകലയിൽ നമുക്ക് പഠിക്കാനുള്ളത് 2 പാഠങ്ങളാണ്. കാത്തിരിപ്പ് എന്നുള്ളൊരു കവിതയും നീലഗിരിയുടെ റാണി എന്നുള്ള ഒരു നല്ലൊരു കഥയുമാണുള്ളത്. അപ്പോൾ കാത്തിരിപ്പ് എന്നുള്ള കവിതയുടെ ക്ലാസ് നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എല്ലാ ക്ലാസ്സിലെ ലിങ്കും നമ്മൾ പ്ലേലിസ്റ്റിന്റെ ലിങ്കും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ കാണാത്ത കൂട്ടുകാർ തീർച്ചയായും കാണുക. മലയാളം മാത്രമല്ല, നിങ്ങൾക്ക് ആവശ്യമുള്ള എല്ലാ ക്ലാസ്സുകളുടെ ലിങ്കും എല്ലാ ക്ലാസ്സുകളും നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ആ ക്ലാസ്സുകളുടെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത് നീലഗിരിയുടെ റാണി എന്നുള്ള കഥയുടെ ക്ലാസ് ആണ് കേട്ടോ, ചാപ്റ്ററിന്റെ ക്ലാസ് ആണ്. അപ്പോൾ നമുക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. നമ്മുടെ 2ാമത്തെ ചാപ്റ്റർ, ഫസ്റ്റ് യൂണിറ്റ് 2ാമത്തെ ചാപ്റ്ററിലെ 2ാമത്തെ പാഠം നീലഗിരിയുടെ റാണി. അപ്പൊ നമുക്ക് ആദ്യം കഥ വായിക്കാം. അപ്പൊ എന്താ ഇവിടെ ചിത്രത്തിൽ കൊടുത്തിരിക്കുന്നു നോക്കൂ. റെയിൽവേ സ്റ്റേഷൻ ആണ് അല്ലേ, റെയിൽവേ സ്റ്റേഷൻ ആണ്. ഒരു പ്ലാറ്റ്ഫോമിൽ ട്രെയിൻ നിൽക്കുന്നുണ്ട്. ഏതാ സ്ഥലം? മേട്ടുപ്പാളയം എന്നുള്ള സ്ഥലത്താണ് കേട്ടോ. അപ്പോൾ നമുക്ക് കഥ വായിക്കും. സാധാരണ ഒരു ട്രെയിൻ അല്ല. ഈ ട്രെയിനിന്റെ പ്രത്യേകത എന്തൊക്കെയാണെന്ന് നമുക്ക് കഥ വായിക്കുമ്പോൾ മനസ്സിലാവും. കാത്തിരിപ്പിന്റെ നീറ്റലാണല്ലോ കൃഷ്ണഗാഥയിലെ വരികളിൽ. എന്നാൽ ഇതിൽ എന്താണ് പങ്കിടുന്നത്? നമ്മൾ കൃഷ്ണഗാഥ, അതായത് നമ്മൾ കാത്തിരിപ്പ് എന്നുള്ള കവിതയുടെ കാര്യമാണ് ഇവിടെ പറയണത്. മകനെ കാത്തിരിക്കുന്ന അമ്മയുടെ ഒരു ടെൻഷനും വിഷമത്തെ കുറിച്ചൊക്കെയാണ് നമ്മൾ കാത്തിരിപ്പ് എന്നുള്ള കവിതയിൽ പറയണത് അല്ലേ. ഇവിടെ നീലഗിരിയുടെ റാണിയിൽ സങ്കടത്തെ കുറിച്ചൊന്നല്ല പറയുന്നത്, നല്ല യാത്രയിലെ ആ സന്തോഷത്തെ കുറിച്ചിട്ടും ഒരു യാത്രാനുഭവം പോലെയാണ് നമുക്ക് ഈ കഥയുള്ളത്. അപ്പൊ ആ യാത്രയിൽ എന്തൊക്കെയാണ് കാണുന്നത് അതൊക്കെയാണ് ഇവിടെ പറയുന്നത് കേട്ടോ. അപ്പൊ നീലഗിരിയുടെ റാണി. ഓക്കെ, അപ്പൊ ആദ്യം നമുക്ക് കഥ വായിക്കാം. ഇരുപുറവും പലവർണ്ണ പൂക്കൾ, പൂമ്പാറ്റകളുടെ അകമ്പടി, പാട്ടും കളികളുമായി മലമുകളിലേക്ക് കയറി പോവുകയാണ് തീവണ്ടി. കിനാവ് കാണുകയാണോ അല്ല എന്ന് എന്നോട് തന്നെ ഞാൻ പറഞ്ഞു. എന്നിട്ടും സ്വപ്നത്തിന്റെ ചിറകിൽ പാറി നടക്കുന്ന പോലെ മായാലോകത്തായിരുന്നു ഞങ്ങൾ, അമ്മയും അച്ഛനും മോനുവും ഞാനും. അപ്പൊ ആരൊക്കെയാണ് യാത്ര പോകുന്നത്? നമ്മുടെ മോനുവിന്റെ ഫാമിലിയാണ് അല്ലേ. മോനുവും, അതായത് മോനു പറഞ്ഞൊരു കുട്ടിയുണ്ട്, അതുപോലെ വേറെ ഒരു കുട്ടിയുണ്ട്. അപ്പൊ ഈ 2ാമത്തെ ആളാണ് കഥ പറയണ്ടോ. ഈ ഞാനും എന്ന് പറയുന്ന കുട്ടിയാണ് കഥ പറയുന്ന രൂപത്തിലാണ് നമുക്ക് പാഠം പഠിക്കാനുള്ളത്. അവർ അമ്മന്റെ അച്ഛൻ്റെയും കൂടെ യാത്ര പോവുകയാണ് അല്ലേ. അപ്പൊ എങ്ങോട്ടാണ് പോകുന്നത് നമുക്ക് നോക്കാം. ഈ വെക്കേഷനിൽ യാത്ര പൈതൃക വണ്ടിയിലാവാം, അമ്മയാണ് നിർദ്ദേശിച്ചത്. എന്തു വണ്ടി? മോൻ ഇടയ്ക്ക് കയറി ചോദിച്ചു. നീലഗിരി മൗണ്ടൻ റെയിൽവേ തമിഴ്നാട്ടിലെ മേട്ടുപ്പാളയത്തു നിന്ന് ഊട്ടിയിലേക്കുള്ള തീവണ്ടിപ്പാതയാണ്. 1908 പണി പൂർത്തിയാക്കിയതാണ് ഈ പാത. ഇന്ത്യ ഭരിച്ചിരുന്ന ബ്രിട്ടീഷുകാർ ഊട്ടിയിലെ തണുപ്പിൽ സുഖവാസത്തിന് പോകാനായി നിർമ്മിച്ചതാണ്. ദിവസേന ഒരു വണ്ടി അങ്ങോട്ടും ഇങ്ങോട്ടും. യുനെസ്കോയുടെ പൈതൃക പട്ടികയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പൊ പൈതൃക വണ്ടികൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും സിനിമയിൽ, അല്ലെങ്കിൽ നിങ്ങൾ കാർട്ടൂണിലൊക്കെ കണ്ടിട്ടുണ്ടാവില്ല. ഇങ്ങനെ മേലക്കൂടെ ഇങ്ങനെ പുക പോയിട്ട് പോകുന്ന തീവണ്ടീനെ കണ്ടിട്ടുണ്ടാവില്ലേ? ട്രെയിന് മേലക്കൂടെ ഇങ്ങനെ ഒരു കുഴലിൽ കൂടെ ഇങ്ങനെ പുക പോയിക്കൊണ്ടേയിരിക്കുന്നുണ്ടാവും. അപ്പൊ അങ്ങനൊരു വണ്ടിയാണ് പൈതൃക വണ്ടി എന്ന് പറയുന്നത്. അതായത് കറണ്ടിന്റെ സഹായത്തോടുകൂടിയല്ല ട്രെയിൻ ഓടുന്നത്. അപ്പോൾ എന്താണ് ഇങ്ങനെ വളരെ രസകരം. പക്ഷെ എന്താ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ കുറച്ച് സ്ലോ ആയിട്ടായിരിക്കും മറ്റു ട്രെയിനുകളെ വെച്ച് നോക്കുമ്പോൾ കുറച്ച് സ്ലോ ആയിട്ടായിരിക്കും, പതുക്കെ ആയിരിക്കും ഇത്തരം ട്രെയിനുകൾ പോവുക. അപ്പൊ ഇത് എവിടെയാണ്? സ്ഥലം എവിടെയാണ്? തമിഴ്നാട്ടിലെ മേട്ടുപ്പാളയത്ത് നിന്ന് ഊട്ടിയിലേക്കാണ് ഇവർ പോകുന്നത്. തമിഴ്നാട്ടിലെ മേട്ടുപ്പാളയം എന്ന സ്ഥലത്ത് നിന്ന് ഊട്ടിയിലേക്ക് പോകുന്ന ഒരു തീവണ്ടി പാതയാണ് കേട്ടോ നീലഗിരി മൗണ്ടൻ റെയിൽവേ. അപ്പൊ ഇത് ആരാണ് പണി കഴിപ്പിച്ചത്? എപ്പോഴാണ് പണി കഴിപ്പിച്ചത്? 1908 അന്ന് ബ്രിട്ടീഷുകാരാണ് പാത നിർമ്മിച്ചത്. അപ്പൊ ആ പൈതൃക തീവണ്ടിയിലാണ് ഇവരുടെ യാത്ര കേട്ടോ. ഈ തീവണ്ടി പാത മണിക്കൂറിൽ 15 കിലോമീറ്റർ ആണ് പരമാവധി വേഗത. അമ്മ വിശദീകരിച്ചു. അപ്പൊ എത്രയാണ്? മണിക്കൂറിൽ 15 കിലോമീറ്റർ ആണ് ആ തീവണ്ടിയുടെ വേഗത. വേഗത കുറഞ്ഞ തീവണ്ടിയിലാണ് യാത്ര എന്നറിഞ്ഞപ്പോൾ ഞാനും മോനുവും മുഖം കറുപ്പിച്ചു. ഞങ്ങളില്ല. വേഗതയാണ് യാത്രയുടെ ത്രില്ല്. മണിക്കൂറിൽ 10-600 കിലോമീറ്റർ വേഗതയിൽ പോകുന്ന മാഗ്നറ്റിക് വണ്ടികളുടെ കാലമാണിത്. ഇക്കാലത്ത് ആരെങ്കിലും മണിക്കൂറിൽ 15 കിലോമീറ്റർ മാത്രം വേഗതയുള്ള വണ്ടിയിൽ യാത്രയ്ക്ക് ഒരുങ്ങുമോ? ഇതിലാണ് അമ്മ ടിക്കറ്റ് എടുത്തിട്ടുള്ളത്. ഒട്ടും താല്പര്യമില്ലാതെയാണ് ഞങ്ങൾ പുറപ്പെട്ടത്. രാവിലെ 7:10 മേട്ടുപ്പാളയത്തു നിന്ന് തീവണ്ടി പുറപ്പെടുക. 4 കമ്പാർട്ട്മെന്റുകൾ മാത്രമുള്ള കൊച്ചുവണ്ടി. കണ്ടപ്പോൾ എനിക്കും മോനുവിനും ഒട്ടും രസിച്ചില്ല.
കമ്പാർട്ട്മെന്റുകളാവട്ടെ തീരെ ചെറുതും, 56 സീറ്റ് മാത്രം, ടോയ്ലറ്റ് പോലും ഇല്ല. എഞ്ചിനാവട്ടെ വണ്ടിയുടെ ഏറ്റവും പിന്നിലും. അപ്പോൾ എന്താണ്, നിങ്ങളെപ്പോലെ ഒരു കുട്ടിയാണ് നമ്മുടെ കഥയിലെ മോനുവിന്റെ ചേച്ചിയാണ് കേട്ടോ. അപ്പൊ മോനു പറയുന്നത് ആ കുട്ടിയുടെ അനിയനാണ്. മോനുവിനും ആ കുട്ടിക്കും എന്ത് ചെയ്തില്ല, ഒട്ടും തന്നെ ഇഷ്ടമായില്ല അല്ലെ. അതായത് ഈ എങ്ങനെ വണ്ടിയാണ്, പൈതൃക വണ്ടിയിലാണ്, സ്പീഡില്ല എന്ന് പറഞ്ഞപ്പോൾ തന്നെ അവർക്ക് ഒട്ടും താല്പര്യമില്ലായിരുന്നു. പക്ഷെ അവരെന്താ വിചാരിച്ചുകൊണ്ടിരുന്നത്, വേഗതയാണ് യാത്രയുടെ ത്രില്ലെന്ന് പറയുന്നത് തന്നെ വേഗത്തിൽ പോകുന്നതാണ് എന്നാണ് അവർ കരുതിയിട്ടുണ്ടായിരുന്നത്. അപ്പൊ വളരെ പതുക്കെ പോകുന്ന തീവണ്ടിയിൽ യാത്ര ചെയ്യാൻ അവർക്ക് ഒട്ടും തന്നെ താല്പര്യം ഉണ്ടായിരുന്നില്ല. അമ്മയാണ് ടിക്കറ്റ് എടുത്തതും പൈതൃക വണ്ടി സജസ്റ്റ് ചെയ്തതൊക്കെ. നമുക്ക് പൈതൃക വണ്ടിയിലാക്കാം ഊട്ടിയിലേക്കുള്ള യാത്ര എന്നൊക്കെ തീരുമാനിച്ചത് ആരായിരുന്നു? അമ്മയാണ് അല്ലെ. അങ്ങനെ ഇവർക്ക് താല്പര്യമില്ലാതെ അവർ യാത്ര പുറപ്പെടുകയാണ് കേട്ടോ. രാവിലെ 7:10 മേട്ടുപ്പാളയത്ത് നിന്ന് തീവണ്ടി പുറപ്പെടും. അങ്ങനെ അവർ 7:10 എവിടെ എത്തി? മേട്ടുപ്പാളയത്ത് എത്തി, റെയിൽവേ സ്റ്റേഷനിലെത്തി. അപ്പോൾ ട്രെയിൻ വന്ന് നിന്നു. ട്രെയിനിൽ എത്ര കമ്പാർട്ട്മെന്റുകളുണ്ട്? 4 കമ്പാർട്ട്മെന്റുകളുണ്ട്. 4 കമ്പാർട്ട്മെന്റുകൾ മാത്രമേ ഉള്ളൂ. വളരെ ചെറിയൊരു വണ്ടിയാണ് അല്ലേ. അപ്പോൾ ഈ കുട്ടികൾക്ക് ഒട്ടും ഇഷ്ടമായില്ല വണ്ടി കണ്ടപ്പോൾ തന്നെ. അപ്പോൾ കമ്പാർട്ട്മെന്റുകൾ അങ്ങനെയാണ്, വളരെ ചെറുതാണ്. 56 സീറ്റ്. എത്ര സീറ്റാണ്? 56 സീറ്റ് മാത്രമേ ഉള്ളൂ. ടോയ്ലറ്റ് ഒന്നും ഇല്ല. എഞ്ചിൻ എവിടെയാണ്? വണ്ടിയുടെ ഏറ്റവും പിന്നിലാണ് എഞ്ചിൻ. അപ്പൊ ഇതൊന്നും അവർക്ക് ഇഷ്ടമായില്ല കേട്ടോ. വണ്ടി കണ്ടപ്പോൾ തന്നെ അവർക്ക് യാത്ര ചെയ്യാൻ ഇഷ്ടമായില്ല. പുറപ്പെടാനുള്ള സമയത്തിന് മുമ്പ് തന്നെ കമ്പാർട്ട്മെന്റുകൾ നിറഞ്ഞു. ലോകത്തിന്റെ പല ഭാഗത്തു നിന്നും വന്നവരുണ്ട്, പല ഭാഷ സംസാരിക്കുന്നവർ. ഇവർക്കൊന്നും വേറെ പണിയില്ലേ? തേരട്ട പോലുള്ള ഈ വണ്ടിയിൽ കയറാനാണോ ഇവർ വിദേശത്ത് നിന്നടക്കം ഇവിടെ വന്നിരിക്കുന്നത്? അല്പം പരിഹാസത്തോടെ ഞാൻ മോനുവിന്റെ ചെവിയിൽ പറഞ്ഞു. അപ്പൊ ഇതുണ്ടോ, ഇവർ നിൽക്കുകയാണ് അല്ലെ, വണ്ടിയിൽ കയറാൻ വേണ്ടി ഒരു 4 ആൾ നിൽക്കുകയാണ്. അപ്പൊ എന്താ പറയണത്, എന്താണ്, അങ്ങനെ പുറപ്പെടാനുള്ള സമയത്ത് തന്നെ കമ്പാർട്ട്മെന്റുകളൊക്കെ നിറഞ്ഞു. എല്ലാവരും ആ സീറ്റൊക്കെ ഫുള്ളായി. അപ്പൊ എങ്ങനെ ലോകത്തെ പല ഭാഗത്തു നിന്ന് വിദേശത്ത് നിന്നടക്കം വന്നിട്ടുണ്ട് കേട്ടോ. അപ്പൊ അവർ പറയണത് എന്താണ്? തേരട്ട എന്ന് പറയുന്നത് ഇതാണ്ടോ, ഇതിനെയാണ് തേരട്ട എന്ന് പറയുന്നത്. നമ്മുടെ വീടുകളൊക്കെ സാധാരണ അങ്ങനെ അടിച്ചു വരുന്ന ഒരു സാധനമാണ് അല്ലേ. നമ്മൾ പെട്ടെന്ന് അത് ചുരുളും തേരട്ട എന്നൊക്കെ പറയുന്നത്. അപ്പൊ ഇതുപോലെ, അതായത് അത്രയും ചെറിയ ഈ വണ്ടിയിൽ കയറാനാണോ വിദേശത്ത് നിന്ന് അടക്കം വന്നിരിക്കുന്നത്? നമ്മുടെ അവർ കളിയാക്കിയിട്ട് എന്ത് ചെയ്തു? മോനുവിന്റെ ചെവിയിൽ അവള് പറയുകയാണ്. അവൻ തല കുലുക്കി ചിരിച്ചു. ഒന്നും അറിയാത്തവരെ പോലെ അച്ഛനും അമ്മയും ഞങ്ങളുടെ വർത്തമാനം കേട്ടില്ലെന്ന് നടിച്ചു. D1 കമ്പാർട്ട്മെന്റിലായിരുന്നു ഞങ്ങൾ. ജനാലയ്ക്കരികിൽ തന്നെ ഞങ്ങൾക്ക് സീറ്റ് കിട്ടി. ഞാനും മോനുവും ചേർന്നിരുന്നു. കൃത്യസമയത്ത് തന്നെ വണ്ടി പുറപ്പെട്ടു. വളരെ പതുക്കെയാണ് യാത്ര. കാറ്റത്തിട്ട അമ്മി പോലൊരു വണ്ടി. അമ്മയുടെ കണ്ടെത്തൽ ഗംഭീരം തന്നെ. മോനു തന്റെ പ്രതിഷേധം അറിയിച്ചു. അമ്മ അപ്പോഴും ചിരിച്ചതേയുള്ളൂ. അപ്പൊ എങ്ങനെയാണ് അവർ കളിയാക്കിക്കൊണ്ട് ഇരിക്കുകയല്ലേ. വളരെ ചെറിയ വണ്ടിയാണ് പറഞ്ഞിട്ട് അച്ഛനെയും അമ്മയും കളിയാക്കുകയാണ്. അതും അമ്മയാണ് വണ്ടി സജസ്റ്റ് ചെയ്തത്, നമുക്ക് ഇതിൽ യാത്ര ചെയ്യാൻ തീരുമാനിച്ചത് അമ്മയെന്ന് പറഞ്ഞപ്പോൾ അമ്മയെ കളിയാക്കുകയാണ്. ഇവർ ഏത് കമ്പാർട്ട്മെന്റിലായിരുന്നു? D1 കമ്പാർട്ട്മെന്റിലാണ്. അപ്പൊ നമുക്ക് എപ്പോഴും യാത്ര ചെയ്യുന്ന സമയത്ത് കൂടുതലും ആൾക്കാർക്ക് എന്താ ഇഷ്ടം? ജനാലയ്ക്കരികിൽ സീറ്റ് കിട്ടാനാണ് താല്പര്യം അല്ലെ. കാരണം എന്താ, കാഴ്ചകളൊക്കെ കണ്ടിങ്ങനെ പോകാൻ. അപ്പൊ അതുപോലെ തന്നെയായിരുന്നു അവർക്കും, കുട്ടികൾക്കും എന്താണ്, ജനാലയ്ക്കരികിൽ സീറ്റ് കിട്ടാൻ തന്നെയായിരുന്നു, വിൻഡോ സൈഡിൽ സീറ്റ് കിട്ടാനായിരുന്നു അവർക്കും ഇഷ്ടം. അപ്പൊ അതേപോലെ സീറ്റ് കിട്ടി. അവർ രണ്ടാളും കൂടി ഇരുന്നു. മോനും അമ്മയെ കളിയാക്കിയിട്ട് എന്താ പറയുന്നത്? കാറ്റത്തിട്ട അമ്മി പോലൊരു വണ്ടി എന്ന് പറയാണ് അല്ലെ. അമ്മയുടെ കണ്ടെത്തൽ ഗംഭീരം തന്നെ പറയുകയാണ്. എന്താ കാറ്റത്തിട്ട അമ്മി പോലെ? അമ്മി പറയുന്നത് അമ്മിക്കല്ലിനെയാണ്. അമ്മിക്കല്ല് കണ്ടിട്ടില്ലേ നിങ്ങള്? അതെ, നമ്മൾ അമ്മിക്കല്ല്, ആട്ടുകല്ലൊക്കെ ഉണ്ട് അല്ലേ. അതായത് അമ്മിക്കല്ല് എന്താ പ്രത്യേകത എന്താ വെച്ചാൽ, കാറ്റ് തട്ടിയ അമ്മിക്കല്ല് ഇളകുവോ? ഇല്ല, ഇളകാതെ അങ്ങനെ നിൽക്കും അല്ലേ. ഒരു ചെറിയൊരു കാറ്റടിച്ചത് കൊണ്ട് അമ്മിക്ക് എന്തെങ്കിലും ഒരു ചലനം ഉണ്ടാവുമോ? ഇല്ല. അപ്പൊ അതേപോലെയാണ് ഈ വണ്ടി എന്ന് പറയുന്നത്. വെച്ചാൽ വളരെ പതുക്കെയാണ്, ഒന്നും അനങ്ങുന്നു പോലും ഇല്ല എന്ന് പറയുകയാണ്. നമ്മുടെ മോന് പറഞ്ഞ് കളിയാക്കി ചിരിക്കുകയാണ്. ഫോട്ടോ എടുത്തും പ്രധാന വിവരങ്ങൾ കുറിച്ചെടുത്തും പൊതുവെ ഗൗരവക്കാരനായിരിക്കാറുള്ളതാണ് അച്ഛൻ. അച്ഛന്റെ മുഖത്ത് പോലും ഒരു കുസൃതി ചിരിയുണ്ട്. കൂ 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 തീവണ്ടി, കൂകി നടക്കും തീവണ്ടി. മോനും അമ്മയുടെ മുതുകിൽ താളം പിടിച്ചുകൊണ്ട് പാട്ടുപാടി. ഞാനും കൂടെ കൂടി. അമ്മയും ചിരിച്ചുകൊണ്ട് ഞങ്ങളോടൊപ്പം കൂടി. ഏതാണ്ട് 20 മിനിറ്റ് കഴിഞ്ഞപ്പോഴേക്കും ആദ്യ സ്റ്റേഷനിലെത്തി, കല്ലാർ. അച്ഛനോടൊപ്പം ഞങ്ങൾ പുറത്തിറങ്ങി. വളരെ വീതി കുറഞ്ഞ പാളങ്ങളാണ്. ഇത് നാരോ ഗേജ് പാതയാണ്, അതായത് വീതി കുറഞ്ഞ തീവണ്ടി പാത. അച്ഛൻ വിശദീകരിച്ചു. ഈ വണ്ടിക്ക് മലമുകളിലേക്ക് കയറാൻ സാധാരണ പാളങ്ങൾ മാത്രം പോരാ, എന്തും കൂടി വേണം. പാളങ്ങളുടെ നടുവിൽ ഘടിപ്പിച്ചിട്ടുള്ള റാക്ക്. വണ്ടിയിലെ പൽചക്രങ്ങളെ കൊളുത്തിയാണ് വണ്ടി മുകളിലേക്ക് കയറുന്നത്. പർവ്വത പ്രദേശങ്ങളിൽ ഇങ്ങനെ പല്ലുകളുള്ള തീവണ്ടിപ്പാതകൾ ഉണ്ടായാലേ വണ്ടിക്ക് മല കയറാനാവൂ. ഏഷ്യയിലെ ഏറ്റവും കുത്തനെയുള്ള തീവണ്ടിപ്പാതയാണ് നീലഗിരി മൗണ്ടൻ റെയിൽവേ.
അപ്പോൾ എന്താണ് പറഞ്ഞു കൊടുക്കണം. അപ്പോൾ അച്ഛൻ എന്താ ചെയ്യുക, എപ്പോഴും യാത്രയൊക്കെ പുറപ്പെടുന്ന സമയത്ത് എന്തെങ്കിലുമൊക്കെ ഫോട്ടോയൊക്കെ എടുത്ത് എന്തെങ്കിലുമൊക്കെ എഴുതിയിട്ടൊക്കെ വളരെ സീരിയസ് ആയി ഗൗരവക്കാരനായിട്ടൊക്കെ ഇരിക്കുന്ന അച്ഛൻ പോലും എന്താണ് ഇവരുടെ തമാശകൾ കാണുമ്പോൾ മുഖത്ത് ചെറിയൊരു ചിരിയുണ്ട്. അപ്പം മോൻ എന്താ ചെയ്യേണ്ടത്, അമ്മയെ കളിയാക്കിയിട്ട് കൂകി നടക്കും. അതായത് കൂകിപ്പായും തീവണ്ടി എന്നാണ് ശരിക്കും വരിയില്ലേ. കൂകിപ്പായും എന്നല്ല, പായും പറഞ്ഞാൽ ഓടും എന്നുള്ള അർത്ഥമാണ്. അവിടെ എന്താ പറയുക, കൂകി നടക്കും എന്ന് വെച്ചാൽ വളരെ വേഗം കുറഞ്ഞു എന്ന് പറഞ്ഞിട്ട് മോനെ കളിയാക്കിയിട്ട് അമ്മയുടെ മുതുകിൽ താളം പിടിച്ച് പാട്ട് പാടുകയാണ്. അപ്പൊ അമ്മയും ചിരിച്ചുകൊണ്ട് അവരോടൊപ്പം കൂടുന്നുണ്ട് അല്ലേ. അങ്ങനെ ഏതാണ്ട് 20 മിനിറ്റ് കഴിഞ്ഞപ്പോഴേക്കും എവിടെ എത്തി, ആദ്യ സ്റ്റേഷൻ എത്തി. എന്താണ് ആദ്യ സ്റ്റേഷന്റെ പേരെന്താ, ആദ്യ സ്റ്റേഷന്റെ പേരെന്താ, കല്ലാറാണ് ആദ്യ സ്റ്റേഷന്റെ പേര്. അച്ഛനോടൊപ്പം ഞങ്ങൾ പുറത്തിറങ്ങി. വളരെ വീതി കുറഞ്ഞ പാളങ്ങളാണ്. ഇത് നാരോ ഗേജ് പാതയാണ്. ആ പാതയുടെ പേരെന്താ, നാരോ ഗേജ് വെച്ച് വീതി കുറഞ്ഞ തീവണ്ടി പാത. അച്ഛൻ വിശദീകരിച്ചു. എന്നിട്ട് എന്താ പറയണത്, ഇത്തരം വണ്ടികൾക്ക്, അതായത് ഇവർ പോയിക്കൊണ്ടിരിക്കുന്ന അത്തരം തീവണ്ടികൾക്ക് മലേന്റെ മുകളിലേക്ക് കയറാൻ എന്ത് വേണം, സാധാരണ പോലെ പാളങ്ങൾ മാത്രം പോരാ, പാളങ്ങളുടെ നടുവിൽ ഘടിപ്പിച്ചിട്ടുള്ള റാക്ക് വേണം. വണ്ടിയിലെ പൽചക്രങ്ങളെ കൊളുത്തിയാണ് വണ്ടി എന്ത് ചെയ്യുന്നത്, മുകളിലേക്ക് കയറുന്നത് അല്ലെ. അതുപോലെ തന്നെ ആ നീലഗിരി മൗണ്ടൻ റെയിൽവേയുടെ പ്രത്യേകത എന്താണ്, ഏഷ്യയിലെ ഏറ്റവും കുത്തനെയുള്ള തീവണ്ടിപ്പാതയാണ് നീലഗിരി മൗണ്ടൻ റെയിൽവേ. വണ്ടി പുറപ്പെടാനുള്ള ഹോൺ മുഴങ്ങി. അപ്പോൾ ആ സ്റ്റേഷനിൽ നിന്നും വണ്ടി വീണ്ടും പുറപ്പെടുകയാണ്, തുടർന്ന് യാത്ര തുടരുകയാണ്. അപ്പോൾ ഹോൺ മുഴങ്ങി. ഞങ്ങൾ തിരികെ വണ്ടിയിൽ കയറി. വേഗത മുമ്പുള്ളതിനേക്കാൾ കുറവാണ് അല്ലെ, കാരണം മല മുകളിലേക്ക് കയറുകയാണ്. സോ വേഗത എന്ത് ചെയ്തു, വീണ്ടും അതിനേക്കാളും കുറവാണ്. അമ്മ ഇത് നോക്കൂ, കൂറ്റൻ മരങ്ങളിലൂടെ ചാടി നടക്കുന്ന കുരങ്ങ് കൂട്ടത്തിൽ നോക്കി മോനും അമ്മയെ തോണ്ടി വിളിച്ചു. എനിക്കും പുറത്തു നിന്ന് കണ്ണെടുക്കാനായില്ല. മരങ്ങൾക്കിടയിലൂടെ ഓടി മറയുന്ന മുയലുകൾ, പൂത്തു നിൽക്കുന്ന ചെടികൾ, പൂക്കളിൽ നിന്നും തേൻ നുകരുന്ന പലവർണ്ണ പൂമ്പാറ്റകൾ, അരുവികൾ പാടുന്ന പാട്ടിനൊപ്പം നൃത്തം വയ്ക്കുന്ന പൂമരങ്ങൾ. ഒരു മഞ്ഞ പൂമ്പാറ്റം മോനുവിന്റെ കൈത്തണ്ടിൽ വന്നിരുന്നു. അവൻ അതിനെ നോവിക്കാതെ ഒരു ഉമ്മ കൊടുത്തു. എത്ര പെട്ടെന്നാണ് പ്രകൃതിയാകെ മാറിയത്. ഇത്ര ചന്തമുള്ള കാഴ്ച ഞാൻ ഇതുവരെ കണ്ടിട്ടേയില്ല. കുന്നുകൾക്കിടയിലൂടെയാണ് പൈതൃക വണ്ടിയുടെ യാത്ര. ഇപ്പോൾ നാം പോകുന്നത് 100ാമത്തെ പാതയിലൂടെയാണ്. ഞാൻ എണ്ണിയിരുന്നു. മോനു അത്ഭുതം മറച്ചു വെക്കാതെ വിളിച്ചു പറഞ്ഞു. തൊട്ടടുത്തിരുന്ന ഒരു വിദേശി ഇത് കേട്ട് അവന് നേരെ കൈ നീട്ടി. 100 ബ്രിഡ്ജസ്, അയാൾ മനസ്സിലായി എന്ന മട്ടിൽ തലയാട്ടി. ഈ പാതയിലാകെ 250 പാലങ്ങളുണ്ടത്രേ. 16 തുരങ്കങ്ങളും 108 വലിയ വളവുകളും പിന്നിട്ടാണ് വണ്ടിയുടെ യാത്ര. അഡർലി എന്ന സ്ഥലത്ത് വണ്ടി നിർത്തി. അടുത്തത് എവിടെയാണ് വണ്ടി നിർത്തിയത്, അഡർലി. ഇവിടെ മുമ്പൊരു റെയിൽവേ സ്റ്റേഷൻ ഉണ്ടായിരുന്നത്രേ. ഇപ്പോൾ അത് പ്രവർത്തിക്കുന്നില്ല. കാട്ടാന ശല്യമാണ് കാരണം. ഏതായാലും ഇപ്പോഴും വണ്ടിയിൽ വെള്ളം നിറയ്ക്കുന്നത് ഇവിടെ നിന്നാണ്. ഞങ്ങൾ അമ്മയെയും അച്ഛനെയും കൂട്ടി പുറത്തിറങ്ങി. പലപ്പോഴും തീവണ്ടി യാത്രയ്ക്കിടയിൽ വെള്ളമോ ഭക്ഷണമോ വാങ്ങാൻ അച്ഛൻ ഏതെങ്കിലും സ്റ്റേഷനിൽ ഇറങ്ങാറുണ്ട്. തിരിച്ചു വരും വരെ എനിക്ക് പരിഭ്രമമാണ്. അച്ഛൻ വരും മുമ്പ് വണ്ടി വിട്ടാലോ. ഇവിടെ എല്ലാം വളരെ സാവധാനമാണ്, വളരെ ശാന്തവും. ഏറ്റവും രസമുള്ള സ്ഥലം റണ്ണിമീഡ് സ്റ്റേഷനാണ്. ഏത് സ്റ്റേഷനാണ്, റണ്ണിമീഡ് സ്റ്റേഷൻ. തെളിഞ്ഞ അരുവി, പച്ചപ്പുല്ല് നിറഞ്ഞ കുന്നിൻ ചെരിവ്, തലയിൽ മഞ്ഞു കിരീടം ചൂടിയ മല. അച്ഛൻ ക്യാമറയിൽ ആ കാഴ്ചകൾ ആവോളം പകർത്തി. പുറത്തെ കാഴ്ചകളുടെ ആനന്ദത്തിൽ അകത്തുള്ള യാത്രക്കാർ വണ്ടിയുടെ പതിഞ്ഞ താളത്തിനൊത്ത് പാട്ടുകൾ പാടി. മലമുകളിലെ പുകമഞ്ഞ് ടിക്കറ്റ് പരിശോധകനെ പോലെ എല്ലാവരും തോണ്ടി വിളിച്ചു. ഞങ്ങൾ പുറത്തേക്ക് കൈനീട്ടി കാട്ടുപൂക്കൾ പറിച്ച് കോടമഞ്ഞിന് സമ്മാനിച്ചു. കുനൂരിനെത്തിയപ്പോൾ വണ്ടി കുറച്ചധികം സമയം നിർത്തിയിട്ടു. ഈ വണ്ടിക്ക് സാധാരണ ഡീസൽ എഞ്ചിൻ മതി. അത് ഘടിപ്പിക്കാനാണ് നിർത്തിയിട്ടത്. അച്ഛൻ ഞങ്ങൾക്ക് കുനൂരിനെ കുറിച്ച് പറഞ്ഞു തന്നു. ഇവിടെയാണ് പ്രശസ്തമായ ലൂയി പാസ്റ്റർ ഇൻസ്റ്റിറ്റ്യൂട്ട്. അപ്പൊ എവിടെയാണ് ലൂയി പാസ്റ്റർ ഇൻസ്റ്റിറ്റ്യൂട്ട്, ഏത് സ്ഥലത്താണ്, കുനൂര് അല്ലെ. പേവിഷബാധയ്ക്കെതിരെ വാക്സിൻ നിർമ്മിക്കുന്ന സ്ഥാപനമാണിത്. മറ്റു വാക്സിനുകളും ഇവിടെ ഉണ്ടാക്കുന്നുണ്ട്. കുനൂരിൽ നിന്ന് ഊട്ടിയിലേക്ക് കുറച്ച് ദൂരമേ ഉള്ളൂ. കയറ്റവും കുറവാണ്. ഏതെല്ലാമോ സിനിമകളിൽ കണ്ടു പരിചയം തോന്നിയ മായാലോകത്തെ കാഴ്ചകളിലൂടെ ഞങ്ങളുടെ വണ്ടി ഊട്ടിയിലെത്തി. ഞങ്ങളിപ്പോൾ സമുദ്രനിരപ്പിൽ നിന്നും 2200 മീറ്റർ ഉയരത്തിലാണ്. പശ്ചിമഘട്ടത്തിലെ ഏറ്റവും മനോഹരമായ കാഴ്ച സമ്മാനിച്ച് നീലഗിരിയുടെ റാണിയായ ഊട്ടി ഞങ്ങളെ സ്വാഗതം ചെയ്തു. അപ്പൊ നീലഗിരിയുടെ റാണി എന്ന് വിശേഷിപ്പിക്കുന്നത് ഊട്ടി എന്ന സ്ഥലത്തെയാണ് കേട്ടോ. അപ്പോൾ എന്താണ്, അങ്ങനെ അവർ എവിടെ എത്തി, അവസാനം ഊട്ടിയിലെത്തി അല്ലേ. തീവണ്ടിയിൽ നിന്നിറങ്ങിയപ്പോൾ ഞങ്ങൾ അമ്മയ്ക്കിരുപുറവും ചേർന്ന് നിന്നു. അമ്മ ഞങ്ങളെ ചേർത്ത് നിർത്തി തോളിലിട്ട് കമ്പിളി പുതപ്പ് കൊണ്ട് സാവധാനം പുതപ്പിച്ചു. അല്പം ചമ്മലോടെ ഞങ്ങൾ അമ്മയുടെ നേരെ മുഖമുയർത്തി. അമ്മ ഒരു കുസൃതി ചിരിയോടെ ഞങ്ങളെ നോക്കി കണ്ണിറുക്കി. അച്ഛൻ തക്ക സമയത്ത് ഞങ്ങളെ ക്യാമറയിലാക്കി. എന്നുവെച്ചാൽ അത് അച്ഛൻ ഫോട്ടോ എടുത്തു അല്ലേ.
അപ്പം എന്തിനായിരിക്കും അവര് അമ്മയെ ചമ്മലോടെ നോക്കുന്നത്? കാരണം അവർ അത്ര നേരം ആരെ കളിയാക്കുമായിരുന്നു? അമ്മയെ കളിയാക്കിയതായിരുന്നു അല്ലേ? യാത്രയുടെ തുടക്കത്തിൽ ഫുള്ള് അമ്മയെ കളിയാക്കുമായിരുന്നു. അമ്മേനെ കണ്ടുപിടുത്തം മോശമായി, ആ ഗംഭീരം തന്നെ എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ഓരോന്ന് പറഞ്ഞ് കളിയാക്കുമായിരുന്നു. കാരണം തീവണ്ടിക്ക് വേഗതയില്ല, എന്താണ് ഇത്രയും വേഗത കുറഞ്ഞ തീവണ്ടി സെലക്ട് ചെയ്തെന്നൊക്കെ പറഞ്ഞിട്ട് അമ്മയെ കളിയാക്കുമായിരുന്നു അല്ലേ? അവസാനം എന്താണ് അവർക്ക് അത്രയേറെ മനോഹരമായ കാഴ്ചകൾ സമ്മാനിച്ചത് എന്തുകൊണ്ടാണ്? തീവണ്ടിക്ക് വേഗത ഇല്ലാത്തത് കൊണ്ടും അല്ലേ? അമ്മ അത്തരം ഒരു വണ്ടി സെലക്ട് ചെയ്തത് കൊണ്ടാണ്, അത്തരം ഒരു ആ യാത്രയ്ക്കായിട്ട് പൈതൃക വണ്ടി സെലക്ട് ചെയ്തത് കൊണ്ടാണ് അവർക്ക് ആ കാഴ്ചകളൊക്കെ ആവോളം ആസ്വദിക്കാൻ പറ്റിയത് അല്ലേ? അപ്പൊ അതുകൊണ്ടാണ് അവർ ചമ്മലോടെ അമ്മയെ നോക്കുന്നത്. അപ്പൊ എങ്ങനെ ഉണ്ടായിരുന്നു ഇവിടുത്തെ കുട്ടിയുടെ യാത്രാനുഭവമാണത്. ഊട്ടിയിലേക്ക് പുറപ്പെട്ട് അവര് ഫാമിലി ആയിട്ട് ഊട്ടിയിലേക്ക് പോയ ഒരു യാത്രാനുഭവമാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഓക്കെ, നമുക്ക് എന്ത് ചെയ്യാം? ഈ പാഠത്തിന്റെ ചോദ്യോത്തരങ്ങൾ നോക്കാം. കാറ്റത്തിട്ട അമ്മി പോലൊരു വണ്ടി. മോന് ഇങ്ങനെ പറയാൻ കാരണം എന്ത്? നമ്മളിത് പാഠം എടുക്കുമ്പോൾ തന്നെ പറഞ്ഞിരുന്നു അല്ലെ? കാറ്റത്തിട്ട അമ്മി പോലെ വണ്ടി പറയാൻ കാരണം എന്താ? അമ്മിക്കല്ല് അത്രയേറെ കനമാണ്, കാറ്റടിച്ചാൽ അമ്മിക്കല്ല് നീങ്ങില്ല. അപ്പൊ അതുപോലെ എന്താണ് വേഗത, അതുപോലെ തന്നെ തീർത്തും എന്ത് ചെയ്യുന്നില്ല, നമ്മുടെ തീവണ്ടി അതായത് ആ പൈതൃക വണ്ടി അനങ്ങുന്നില്ല എന്ന മട്ടിലാണ് നമ്മൾ മോന് എന്ത് ചെയ്ത് കളിയാക്കി പറയുകയാണ് അല്ലേ? ട്രെയിൻ വളരെ പതുക്കെ നീങ്ങുകയായിരുന്നു. കാറ്റ് തട്ടിയാലും അമ്മിക്കല്ല് നീങ്ങാതെ ഇരിക്കുന്ന പോലെയായിരുന്നു വണ്ടിയുടെ നില. അതിനാലാണ് മോനു ഇങ്ങനെ പറഞ്ഞത്. അടുത്ത ചോദ്യം, അല്പം ചമ്മലോടെ ഞങ്ങൾ അമ്മയുടെ നേരെ മുഖമുയർത്തി. എന്തുകൊണ്ടാണ് കുട്ടികൾ ചമ്മലോടെ അമ്മയെ നോക്കിയത്? എന്തുകൊണ്ടാണ് നോക്കിയത്? വേഗതയാണ് യാത്രയുടെ ത്രില്ല് എന്നാണ് കുട്ടികൾ ധരിച്ചിരുന്നത്. വേഗത കുറഞ്ഞ തീവണ്ടിയിലാണ് യാത്ര എന്നറിഞ്ഞപ്പോൾ അവർക്ക് യാത്രയ്ക്ക് ഒട്ടും താല്പര്യം ഉണ്ടായിരുന്നില്ല. യാത്ര പൈതൃക വണ്ടിയിലാക്കാം എന്നത് അമ്മയുടെ നിർദ്ദേശമായിരുന്നു. തീവണ്ടിയുടെ വേഗതയെക്കുറിച്ച് പറഞ്ഞുകൊണ്ട് യാത്രയുടെ തുടക്കം തൊട്ട് അവർ അമ്മയെ കളിയാക്കുകയായിരുന്നു. എന്നാൽ അത് കാരണമാണ് അവർക്ക് അതിമനോഹരമായ കാഴ്ചകൾ ആസ്വദിക്കാൻ സാധിച്ചത്. അവരുടെ മുൻധാരണ തെറ്റിയിരുന്നുവെന്ന് മനസ്സിലായതുകൊണ്ടാണ് അവർ അമ്മയെ ചമ്മലോടെ നോക്കിയത്. അടുത്ത ചോദ്യം, നമ്മളും പലതരം യാത്രകൾ നടത്താറുണ്ടല്ലോ. നടത്തിയ ഒരു യാത്രയെക്കുറിച്ച് വിവരണം തയ്യാറാക്കുക. ഒരു യാത്രാ വിവരണമാണ് ഇവിടെ തയ്യാറാക്കേണ്ടത്. അപ്പം നിങ്ങൾ ഇതുപോലെ ഫാമിലിൻ്റെ കൂടെയോ അല്ലെങ്കിൽ ഫ്രണ്ട്സിൻ്റെ കൂടെയോ ഒക്കെ പോയ യാത്രയെക്കുറിച്ചിട്ട് എന്ത് ചെയ്യാം? ഒരു യാത്ര വിവരണം തയ്യാറാക്കുക. യാത്ര വിവരണം നമ്മളൊരു ഉദാഹരണം കൊടുത്തിട്ടുണ്ട്. ട്രെയിനിലൂടെ മൂന്നാറിലേക്കൊരു യാത്ര. ഒരു കുട്ടി എഴുതിയ മൂന്നാറിലേക്ക് പോയൊരു യാത്രാനുഭവമാണത്. ഞങ്ങൾ കഴിഞ്ഞ മാസം ട്രെയിനിൽ മൂന്നാറിലേക്ക് ഒരു യാത്ര പുറപ്പെട്ടു. ഞങ്ങൾ രാവിലെ സ്റ്റേഷനിലെത്തി. വലിയ ആവേശത്തോടെയാണ് ട്രെയിനിൽ കയറിയത്. ട്രെയിൻ പതുക്കെ പായുമ്പോൾ ജനാല വഴി കാണുന്ന പച്ചക്കാടുകളും കുന്നുകളും ഞങ്ങൾ വളരെയധികം ആസ്വദിച്ചു. വണ്ടിയുടെ ഇളക്കം, ട്രാക്കിന്റെ ശബ്ദം, കാറ്റിന്റെ താളം ഒക്കെ ഞങ്ങൾ ഏറെ ആസ്വദിച്ചു. വഴിയെ വെള്ളം വീണതുകൊണ്ട് തണുപ്പായി. കാടിന്റെ മനോഹാരിതയും കുയിലിന്റെ പാട്ടും പാറകളിലൂടെയുള്ള വെള്ളച്ചാട്ടങ്ങളും ഞങ്ങളെ വിസ്മയിപ്പിച്ചു. മൂന്നാറിലെ തേയിലത്തോട്ടങ്ങളിലൂടെ ഞങ്ങൾ നടക്കുകയും ചിത്രങ്ങൾ എടുക്കുകയും ചെയ്തു. നല്ല കുളിരുള്ള കാലാവസ്ഥയും മലകളുടെ സൗന്ദര്യവും ഞങ്ങളെ ഏറെ സന്തോഷിപ്പിച്ചു. വീട് തിരിച്ചെത്തിയപ്പോൾ എല്ലാവർക്കും മനസ്സിൽ ഒരുപാട് സന്തോഷമുണ്ടായിരുന്നു. ട്രെയിനിൽ യാത്ര ചെയ്തതും മൂന്നാറും ഒരിക്കലും മറക്കാനാവാത്ത അനുഭവമായിരുന്നു. ചെറിയൊരു യാത്രാനുഭവമാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അതുപോലെ നിങ്ങൾ എന്ത് ചെയ്യുക? നിങ്ങളുടെ ഒരു യാത്രാനുഭവം എഴുതുകയാണ് ചെയ്യേണ്ടത്. മൂന്നാറിനാണ് കേട്ടോ, മൂന്നാണ്. അടുത്തത്, ഈ യാത്രാ വിവരണത്തിന് എന്തൊക്കെ പ്രത്യേകതകളാണ് നിങ്ങൾക്ക് കണ്ടെത്താൻ കഴിയുന്നത്? നമ്മുടെ പാഠം എന്താ? ഒരു യാത്രാ വിവരണമാണ് അല്ലേ? അപ്പൊ ഈ യാത്രാ വിവരണത്തിൽ എന്തൊക്കെ പ്രത്യേകതകളാണ് നിങ്ങൾക്ക് കണ്ടെത്താൻ കഴിയുന്നത്? ഒരുപാട് സവിശേഷതകളുള്ള യാത്രാ വിവരണമാണ് നീലഗിരിയുടെ റാണി. പൈതൃക വണ്ടിയിലുള്ള യാത്രയാണിത്. മണിക്കൂറിൽ 15 കിലോമീറ്റർ ആണ് പരമാവധി വേഗത. ഏഷ്യയിലെ ഏറ്റവും കുത്തനെയുള്ള തീവണ്ടി പാതയാണ് നീലഗിരി മൗണ്ടെയിൻ റെയിൽവേ. വളരെ പതുക്കെ പോകുന്ന വണ്ടിയിൽ ഇരുന്നാൽ പുറത്തുള്ള കാഴ്ചകളെല്ലാം നന്നായി ആസ്വദിക്കാം. കൂറ്റൻ മരങ്ങളിലൂടെ ചാടി നടക്കുന്ന കുരങ്ങുകൂട്ടം, മരങ്ങൾക്കിടയിലൂടെ ഓടിമറയുന്ന മുയലുകളും, പൂത്തു നിൽക്കുന്ന ചെടികൾ, പൂക്കളിൽ നിന്ന് തേനുകരുന്ന പലവർണ്ണ പൂമ്പാറ്റകൾ, അരുവികൾ, പാടുന്ന പാട്ടിനൊപ്പം നൃത്തം വയ്ക്കുന്ന പൂമരങ്ങൾ, പ്രകൃതിയെ ആസ്വദിച്ചു കൊണ്ടൊരു യാത്ര. 250 പാലങ്ങളും 16 തുരങ്കങ്ങളും 108 വലിയ വളവുകളും പിന്നിട്ടാണ് തീവണ്ടിയുടെ യാത്ര. സമുദ്രനിരപ്പിൽ നിന്നും 2200 മീറ്റർ ഉയരത്തിലാണ് നീലഗിരിയുടെ റാണിയായ ഊട്ടി. അപ്പൊ നമുക്ക് എന്തൊക്കെ പ്രത്യേകതകളാണ് യാത്രാ വിവരണത്തിന് മനസ്സിലാക്കാൻ പറ്റുന്നത്? അതായത് വളരെ നമ്മൾ പൈതൃക വണ്ടിയിലുള്ള യാത്ര എന്തായിരുന്നു? വളരെ നമ്മൾ പ്രകൃതിയെ അറിഞ്ഞുകൊണ്ട് അല്ലെങ്കിൽ പ്രകൃതിയെ ആസ്വദിച്ചുകൊണ്ടുള്ള ഒരു യാത്രയായിരുന്നു. വളരെ വേഗത കുറഞ്ഞ വേഗത്തിൽ പോകുന്ന വളരെ വേഗത്തിൽ സഞ്ചരിക്കുന്ന തീവണ്ടിയേക്കാളും എന്താണ് വേഗത കുറഞ്ഞ തീവണ്ടിയിൽ യാത്ര ചെയ്യുമ്പോഴാണ് നമുക്ക് പ്രകൃതി കാഴ്ചകളൊക്കെ ആസ്വദിക്കാൻ പറ്റുന്നത്.
അപ്പോൾ ഇത്രയുമാണ് നീലഗിരിയുടെ റാണി എന്നുള്ള പാഠവും പാഠത്തിലെ ചോദ്യോത്തരങ്ങളും. എല്ലാ കൂട്ടർക്കും ക്ലാസ് ഇഷ്ടമായില്ലേ? ക്ലാസ് ഇഷ്ടമായാൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക. അതേപോലെ തന്നെ നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്യുക. നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്ന കൂട്ടുകാരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.